സംഖ്യകൾ. എന്താണ് സംഖ്യകൾ? നമ്മുടെ എല്ലാ മനസ്സിലേക്ക് സംഖ്യകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടി വരുന്നതാണ് അല്ല, എന്താണ് 1, 2, 3, 4 അങ്ങനെ കുറേ നമ്പേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. നമ്മുടെ എല്ലാ മനസ്സിൽ ഇത് കോൺക്രീറ്റ് ആയിട്ട് പതിഞ്ഞ് കിടക്കുക. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചിഹ്നങ്ങൾ മാത്രമാണ്. ദീസ് ആർ ഓൾ ജസ്റ്റ് സിമ്പിൾസ് എന്ന് പറയാനുള്ള കാരണം ഈ പറയുന്ന സംഖ്യകളെല്ലാം എന്തിനെയോ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെറും ചിഹ്നങ്ങൾ മാത്രമാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. മക്കളെ, 1 എണ്ണത്തെയോ അളവിനെയോ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. 1 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മരമാകാം, ഒരു മിഠായി ആകാം, ഒരു മരക്കഷ്ണാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ എണ്ണത്തെ സൂചിപ്പിക്കാൻ 1 കിലോമീറ്റർ ദൂരമാകാം, 1 ലിറ്റർ പാലാകാം. ഇത്തരത്തിൽ എണ്ണത്തിനെയോ അളവിനെയോ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ, സിമ്പിൾസ് മാത്രമാണ് സംഖ്യകൾ എന്ന കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ സംഖ്യാ ചരിത്രത്തിൽ ഏറ്റവും ആദ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഖ്യാവിഭാഗമാണ് എണ്ണൽ സംഖ്യകൾ. കണക്കിൻ്റെ ഒക്കെ ആരംഭം എണ്ണൽ സംഖ്യകളിൽ നിന്നാണ് നമ്മളെല്ലാവരുടെയും വിശ്വാസങ്ങളിലൊന്ന്. അപ്പോൾ എന്താണ് എണ്ണൽ സംഖ്യകൾ? ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് എണ്ണൽ സംഖ്യകൾ? എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. ഒരു ക്ലാസ് മുറിയിൽ കുറച്ച് കുട്ടികളുണ്ട്. നമ്മൾ എങ്ങനെ എണ്ണും അവരെ? ഒന്നാമത്തെ കുട്ടി, അവരോട് എണ്ണ എടുക്കാൻ പറഞ്ഞാൽ അവരെങ്ങനെ എണ്ണും? 1, 2, 3, 4, 5, 6, 7 അങ്ങനെ പോകും അല്ലേ? 1, 2, 3, 4 അങ്ങനെ പോകും. 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ തുടരും. ഇത്തരത്തിൽ 1 നിന്ന് തുടങ്ങി അവസാനമില്ലാതെ പോകുന്ന സംഖ്യാവിഭാഗങ്ങളാണ് എണ്ണാൻ ഉപയോഗിക്കുന്ന, കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. ഓക്കെ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം 1. ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. കാരണം അതിങ്ങനെ അനന്തമായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എണ്ണൽ സംഖ്യകൾക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്. നിസർഗ സംഖ്യകൾ എന്നും കൂടി പറയും. നിസർഗ സംഖ്യകൾ. ചിലപ്പോൾ ചോദ്യപേപ്പറിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ആദ്യത്തെ 15 നിസർഗ സംഖ്യകളുടെ തുക എത്ര? അതായത് ആദ്യത്തെ 15 നിസർഗ സംഖ്യകൾ കൂട്ടിയാൽ ഉത്തരം എത്ര? അപ്പോൾ നിസർഗ സംഖ്യ, ഇതെന്തോ കുന്താണപ്പാന്ന് വിചാരിച്ചിട്ട് അന്തം വിട്ടിരിക്കേണ്ട. നിസർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ തന്നെയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. എണ്ണൽ സംഖ്യ ഈക്വൽ ടു നിസർഗ സംഖ്യ, എണ്ണൽ സംഖ്യ ഈക്വൽ ടു നിസർഗ സംഖ്യ, തിരിച്ച് നിസർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് PSC ചോദിക്കാം, പേര് മാറ്റിയിടാം. അപ്പോൾ ആ ചതിയിൽ വീണു പോകരുത്. എണ്ണൽ സംഖ്യ എന്ന് പറയുന്ന ആൾ തന്നെയാണ് നിസർഗ സംഖ്യ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ നിസർഗ സംഖ്യ അല്ലെങ്കിൽ ഒന്നാമത്തെ എണ്ണൽ സംഖ്യ ഏതാ? 1. രണ്ടാമത്തെ ആളാരാ? 2. മൂന്നാമത്തെ ആളാരാ? 3. 10ാമത്തെ ആളാരാ? 10. 20ാമത്തെ ആളാരാ? 20 അല്ലേ? അപ്പോൾ എത്രാമത്തെങ്കിലും എണ്ണൽ സംഖ്യ ചോദിച്ചാൽ അതേ ആൾ തന്നെ. 100ാമത്തെ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ 100. 250ാമത്തെ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ 250. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചോദിക്കുകയാണ്, 400, ഈ കൂട്ടത്തിൽ 400 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യയുണ്ട്. അത് എത്രാമത്തെ ആളാണെന്ന് ചോദിച്ചാലോ? എത്രാമത്തെ ആളാണ് 400? അല്ലെങ്കിൽ എത്രാമത്തെ എണ്ണൽ സംഖ്യയാണ് 400? കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. 400ാമത്തെ ആൾ തന്നെയാണ് 400. 400ാമത്തെ ആൾ തന്നെയാണ് 400. ക്ലിയർ? അപ്പോൾ തിരിച്ചു മറിച്ച് ചോദിച്ചാലും സെയിം ആൻസർ. ഇത് വളരെ എളുപ്പമാണ്. നമ്മളിനി അടുത്ത സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ? എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്താണെന്ന് പറഞ്ഞു. എണ്ണൽ സംഖ്യയുടെ മറ്റൊരു പേര് പറഞ്ഞു. ഇത്രാമത്തെ എണ്ണൽ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് കണ്ടുപിടിക്കാം? ഇപ്പോൾ ഒരു എണ്ണൽ സംഖ്യ തന്നിട്ട് അത് എത്രാമത്തെ ആളാണെന്ന് തിരിച്ച് ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? മക്കളെ, ഇനി നമ്മളോട് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ, തുക എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുക അല്ലേ? ഇപ്പോൾ ഒരു 4 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 4 എണ്ണം നമ്മൾ കൂട്ടും. 6 എണ്ണത്തിന് ചോദിച്ചാൽ ആദ്യത്തെ 6 എണ്ണം കൂട്ടും. 8 എണ്ണം ചോദിച്ചാൽ ആദ്യത്തെ 8 എണ്ണം കൂട്ടും.
ഓക്കെ അല്ലേ? അപ്പോൾ തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നാണ് അർത്ഥം. ഇനി എങ്ങനെയാണ് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക? അതിനെന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് നമുക്കറിയണ്ടേ? നമുക്ക് നോക്കാം. 4 എണ്ണൽ സംഖ്യകളുടെ തുക ഞാനിങ്ങനെ 1 by 1 ഓർഡറിൽ കൂട്ടുന്നതിന് പകരം ഞാൻ കൂട്ടാനൊരു എളുപ്പത്തിന് ചെയ്തത് അവസാനത്തെ ആളെയും ആദ്യത്തെ ആളെയും തമ്മിൽ കൂട്ടി. അപ്പോൾ എനിക്ക് 5 കിട്ടി അല്ലേ? 4ഉം 1ഉം 5. ബാക്കി 2 പേരെയും ഞാൻ കൂട്ടി, അപ്പോഴേ എനിക്ക് ഒരു 5 കൂടി കിട്ടി. അപ്പം എനിക്ക് തുക എന്ന് പറയുന്നത് എന്താ? 5 + 5 ആണ്. എത്ര 5? 2 5. 5ൻ്റെ 2 സെറ്റ് എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് 10 എന്ന് ഉത്തരം. ക്ലിയർ അല്ലേ? ഞാൻ ഇവിടെയും രണ്ടാമത്തെ 6 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? 6ഉം 1ഉം കൂട്ടി 7. അപ്പോൾ നമുക്ക് മനസ്സിലായി 7ൻ്റെ സെറ്റുകളാണ്. 5ഉം 2ഉം കൂട്ടി 7 പ്ലസ് 4ഉം 3ഉം കൂട്ടി 7. എനിക്കെന്ത് കിട്ടി? 7ൻ്റെ 3 സെറ്റ് കിട്ടി. അങ്ങനെ 21 എന്ന് ഉത്തരം. ഓക്കെ, ഞാൻ 8 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പോവുകയാണേ. അവസാനത്തെ ആളെയും ആദ്യത്തെ ആളെയും കൂട്ടി 9. അതിന് മുന്നത്തെ ആളെ കൂട്ടിയപ്പോഴും 9. അതിന് മുന്നത്തെ ആളെ കൂട്ടിയപ്പോഴും 9. അതിന് മുന്നത്തെ ആളെ കൂട്ടിയപ്പോഴും 9. എത്ര സെറ്റ്? 9ൻ്റെ എത്ര സെറ്റ് കിട്ടി? എണ്ണി നോക്കാം. 1 2 3 4. 9ൻ്റെ 4 സെറ്റുകൾ എനിക്ക് കിട്ടി. അങ്ങനെ ഉത്തരം 36. ഇനി ഞാൻ ആദ്യത്തെ 10 എണ്ണത്തിന് തുക കാണാൻ പോവാണ്. സെയിം പരിപാടി. അവസാനത്തെ ആളെയും ആദ്യത്തെ ആളെയും കൂട്ടും. ഉത്തരം 11. അപ്പോൾ ആരെ കൂട്ടിയാലും 11ൻ്റെ സെറ്റാണ്. എത്ര സെറ്റുകൾ? രണ്ടാമത്തെ സെറ്റ്, മൂന്നാമത്തെ സെറ്റ്, നാലാമത്തെ സെറ്റ്, അഞ്ചാമത്തെ സെറ്റ്. 11ൻ്റെ 5 സെറ്റുകൾ. അങ്ങനെ എനിക്ക് 55 എന്ന് കിട്ടി. ഞാനിവിടെ എഴുതിയിരിക്കുന്നതൊക്കെ ഇരട്ട എണ്ണം വരുന്ന സംഖ്യകളാണ്. ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിയെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരട്ട എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ കണക്ഷൻ ഒന്ന് നോക്കിയേ. ഇവിടെ 4 ആയപ്പോൾ 5ൻ്റെ 2 സെറ്റ്, 6 ആയപ്പോൾ 7ൻ്റെ 3 സെറ്റ്, 8 ആയപ്പോൾ 9ൻ്റെ 4 സെറ്റ്, 10 ആയപ്പോൾ 11ൻ്റെ 5 സെറ്റ്. എന്തെങ്കിലും കണക്ഷൻ അവർക്കിടയിൽ ഉണ്ടോ നോക്കിയാൽ. ഞാൻ വേണമെങ്കിൽ ഈ 4ഉം ഈ 5ഉം ഈ 4ഉം ഈ 2ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 6ഉം ഈ 7ഉം ഈ 6ഉം ഈ 3ഉം എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 8 ഈ 9 ഈ 8 ഈ 4 എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മക്കളെ ഇവിടെ 10 ആയപ്പോൾ ഇവിടെ 11, 10 ആയപ്പോൾ അപ്പുറത്ത് 5. എന്താണ് ഇവർക്കിടയിലുള്ള കണക്ഷൻ? കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 12 എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ ഏതിൻ്റെ സെറ്റ് വരും? ആദ്യത്തെ ആൾ എന്തായാലും 1, അവസാനത്തെ ആൾ അതായത് 12ാമത്തെ ആൾ 12 ആയിരിക്കും. അവരെ തമ്മിൽ കൂട്ടിയാൽ എന്തായാലും 12 + 1 ആയിരിക്കും അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ കിട്ടിയേ? എല്ലാ ആദ്യത്തെ ആളുകളും 1കളാണ് അല്ലേ? എല്ലാം 1കളാണ്. 4 ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ 4ാമത്തെ ആള് 4ൻ്റെ കൂടെ ആദ്യത്തെ ആൾ കൂട്ടി 5. 6ാമത്തെ ആളെന്ന് പറഞ്ഞപ്പോൾ 6ാമത്തെ ആൾ എണ്ണൽ സംഖ്യയിൽ 6 തന്നെ, 1 കൂട്ടിയാൽ 7. 8ാമത്തെ ആളെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ആൾ എല്ലായിടത്തും 1ആണ്, എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് 1ൻ്റെ കൂടെ നമ്മൾ 8 കൂട്ടും 9 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യത്തെ ആളെ കിട്ടിയത് ഇയാളുടെ കൂടെ 1 കൂട്ടിയപ്പെടാം. 11 കിട്ടാൻ കാരണം 10 + 1 ആണ്. 9 കിട്ടാൻ കാരണം 8 + 1 ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 12 ആളുകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ +1, 12 + 1. ഇനി രണ്ടാമത്തെ ആളെങ്ങനെ കിട്ടിയടാ? എത്ര സെറ്റുകൾ എന്നെങ്ങനെ കിട്ടി? ഓക്കെ, ഇവിടെ 4 ആയപ്പോൾ അവിടെ 2, ഇവിടെ 6 ആയപ്പോൾ 3, 8 ആയപ്പോൾ 4, 10 ആയപ്പോൾ 5. എന്താ ഇവർക്കിടയിലുള്ള കണക്ഷൻ? എന്താണ് ബന്ധം? 4 2 ആകാൻ 6 3 ആയി, 8 4 ആയി, 10 5 ആയി. എന്തായിരിക്കും ബന്ധം? കിട്ടിയില്ലേ? യെസ്, പകുതിയാണ്. 4ൻ്റെ പകുതിയാണ് 2, 6ൻ്റെ പകുതിയാണ് 3, 8ൻ്റെ പകുതിയാണ് 4, 10ൻ്റെ പകുതിയാണ് 5. അതുകൊണ്ട് ഇവിടെ ആര് വരും? 12ൻ്റെ പകുതി വരും.
അല്ലേ? എന്ന് വെച്ചാൽ 13ന്റെ 6 സെറ്റുകൾ, ഉത്തരം 78 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, 16 എണ്ണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടാ? 16ന്റെ കൂടെ 1 കൂട്ടും. പിന്നെന്ത് ചെയ്യും? 16ന്റെ പകുതി സെറ്റുകൾ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, 20 എണ്ണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 20 എണ്ണാണെങ്കിൽ 20ന്റെ കൂടെ 1 കൂട്ടും, പകുതി സെറ്റുകൾ, അല്ലേ? 24 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 24 + 1, പിന്നെ 24ന്റെ പകുതി. ഞാൻ all by 2 കൊടുത്തു, തെറ്റൊന്നുമില്ല. എങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല, ഒരേ ഉത്തരം തന്നെ. ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഓക്കെ. ഞാൻ 30 എണ്ണത്തിൻ്റെ കാണാൻ പറഞ്ഞാലോ? 30ന്റെ കൂടെ 1 കൂട്ടും, പിന്നെ 30ന്റെ പകുതി. ഓക്കെ ആണേ? ഇനി പറയാൻ പോകുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഈ സംഖ്യകൾക്ക് പകരം ഞാൻ കുറച്ച് ലെറ്റേഴ്സ് ഇടുകയാണ്. ഞാൻ പറയുന്നു, ആദ്യത്തെ m എണ്ണൽ സംഖ്യകളാണെങ്കിൽ ഒന്നുമില്ല, നേരത്തെ ചെയ്ത അതേ പണി നമ്മളെന്ത് ചെയ്യും? 1 കൂട്ടും പകുതി കാണും, 1 കൂട്ടും പകുതി കാണും, തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ m ആണ് ആദ്യത്തെ m എണ്ണൽ സംഖ്യകളുടെ തുക. നമ്മൾ 1 കൂട്ടും, എന്നിട്ട് എന്ത് ചെയ്യും? m-ന്റെ പകുതിയോട് നമ്മൾ ഗുണിക്കും. ആദ്യത്തെ a എണ്ണം എണ്ണൽ സംഖ്യകളാണെങ്കിൽ അവയുടെ തുക എയുടെ കൂടെ നമ്മൾ 1 കൂട്ടും, എയുടെ പകുതിയുടെ കൂടെ ഗുണിക്കും. b ആണെങ്കിലോ b+1 b/2. n എണ്ണൽ സംഖ്യകളാണെങ്കിൽ അവയുടെ തുക സെയിം പരിപാടി, n-ന്റെ കൂടെ നമ്മൾ 1 കൂട്ടും, n-ന്റെ പകുതി കാണും. ഇതാണ് നിങ്ങൾ പഠിച്ച സൂത്രവാക്യം, നമ്മൾ പഠിക്കേണ്ട സൂത്രവാക്യം. പഠിക്കാത്തവർ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചാൽ n+1, അതിൻ്റെ കൂടെ 1 കൂട്ടും, അതിൻ്റെ പകുതി കാണും, തമ്മിൽ ഗുണിക്കും. ക്ലിയർ ആണോ മക്കളെ? ഞാനിനി നമ്മൾ പഠിച്ച സൂത്രവാക്യം വെച്ച് നമ്മൾ എങ്ങനെയാണ് സൂത്രവാക്യത്തിലേക്ക് എത്തിയെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ബേസ് ഇല്ലാത്ത കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, ഞാനിവിടെ ബോർഡിൽ കുറച്ച് കണക്ക് എഴുതിയിട്ടുണ്ട്, ഞാൻ നീട്ടി വലിച്ചെഴുതുന്നില്ല. ചോദ്യം എങ്ങനെയാണ്? ആദ്യത്തെ 75 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 46 എണ്ണൽ സംഖ്യകളുടെ തുക, എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നിസർഗ സംഖ്യ കേട്ടോ. ആദ്യത്തെ 37 നിസർഗ സംഖ്യകളുടെ തുക, ആദ്യത്തെ 80 നിസർഗ സംഖ്യകളുടെ തുക, ആദ്യത്തെ 141 നിസർഗ സംഖ്യകളുടെ തുക, ആദ്യത്തെ 83 നിസർഗ സംഖ്യകളുടെ തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 75 നിസർഗ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക, നമ്മൾ പഠിച്ച സൂത്രവാക്യം n+1, 1 കൂട്ടുന്നു, പകുതി കാണുന്നു, അല്ലേ? ഈ n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര എണ്ണം ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതെ, തന്നിരിക്കുന്ന സംഖ്യയാണ് n. നമ്മൾ എന്ത് ചെയ്യും? ഈ n-ന് പകരം ഈ 75-നെ റീപ്ലേസ് ചെയ്യും. ഈ n-നെയൊക്കെ നമ്മൾ തട്ടിക്കളയും, ടിഷ്യൂ എന്ന് തട്ടിക്കളയും. പകരം എന്ത് ചെയ്യും? ഈ 75-നെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ n-നെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി കുറച്ച് വലുതാക്കി എഴുതാം. n-ന്റെ കൂടെ 1 കൂട്ടുന്നു, n-ന്റെ പകുതി വേണം. ഞാൻ എന്ത് ചെയ്യും? ഈ n-ന് പകരം ഇനി ഞാൻ ആരെ ഇടണം? 75 ഇടണം. n-ന് പകരം ആരിടണം? 75 ഇടണം. 75 + 1 76 ഇൻറ്റു 75/2. മേലെ 2 പേരുണ്ട് അല്ലേ? മേലെ 2 പേരുണ്ട്. ആരെങ്കിലും ഒരാളെ എളുപ്പത്തിൽ പകുതി കാണാം. 75-ന്റെ പകുതി പോയിൻ്റൊക്കെ വരും അല്ലേ? 76-ന്റെ പകുതി പോയിൻ്റ് വരുമോ? ഇല്ല. 76-ന്റെ പകുതി ഇനി പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ 76-നെ 70 + 6 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം, എന്നിട്ട് പകുതി കാണാം. 70-ന്റെ പകുതി 35, 6-ന്റെ പകുതി 3. അപ്പോൾ എത്രയാണ്? 35 3 നമുക്ക് കിട്ടി 38. അപ്പോൾ 76-ന്റെ പകുതി കണ്ടപ്പോൾ നമുക്ക് 38 ഇൻറ്റു 75 ചെയ്താൽ ഉത്തരം 38 ഇൻറ്റു 75 എത്രയാണോ അതാണ് ഉത്തരം. ഓക്കെ, ചെയ്ത് സമയം കളയണ്ടല്ലോ, പ്രോസസ്സ് മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? 46-ന്റെ കൂടെ 1 കൂട്ടും, 46-ന്റെ പകുതി കാണും. 46-ന്റെ 1 കൂട്ടിയാൽ 47 × 46/2. നമ്മളെന്ത് ചെയ്യും?
മേലെ 2 പേരുണ്ട്, ആരുടെങ്കിലും ഒരാളുടെ പകുതി എളുപ്പത്തിൽ കാണാം. 47ന്റെ പകുതി പെട്ടെന്ന് കിട്ടും, ഇല്ല പോയിന്റ് വരും. 46ന്റെ പകുതി പെട്ടെന്ന് കാണാം, ഉത്തരം 23. 47 × 23 ചെയ്താൽ ഉത്തരം കിട്ടിയേ. ഞാൻ ചെയ്ത സമയം കളയുന്നില്ല, വീഡിയോന്റെ ലെങ്ത് കൂടണ്ട എന്ന് കരുതിയിട്ട്. അടുത്തത് 37. നമ്മൾ എന്ത് ചെയ്യും? 1 കൂട്ടുന്നു, അതിൻ്റെ പകുതി കാണുന്നു. 37ന്റെ കൂടെ 1 കൂട്ടിയാൽ 38 × 37/2. മേലെയുള്ള 2 ആളുകളിൽ ആരുടെ പകുതിയാണ് എളുപ്പത്തിൽ കാണാൻ പറ്റുക? ഇരട്ട സംഖ്യയുടെ പകുതി 38ന്റെ പകുതിയാണ് എളുപ്പത്തിൽ കാണാൻ പറ്റുക, 19. 19 × 37 ചെയ്താൽ ഉത്തരമായി. അടുത്തത് 80. നമ്മൾ എന്ത് ചെയ്യും? 80ന്റെ കൂടെ 1 കൂട്ടുന്നു, 81, അതിൻ്റെ പകുതി കാണുന്നു, ഉത്തരം 81 × 80/2. എളുപ്പത്തിൽ പകുതി കാണാൻ പറ്റുന്ന ആളെ നമ്മൾ പകുതി കാണുന്നു. 40 × 81, 81 × 40 ചെയ്താൽ, ഇത് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, 81 × 4, 4, 12, 0, 3240. അടുത്തത് 141. നമ്മൾ എന്ത് ചെയ്യും? 1 കൂട്ടും, അതേ സംഖ്യയുടെ പകുതി, 142 × 141/2. പകുതി കണ്ടാൽ 71 × 141 ചെയ്താൽ ഉത്തരം. അടുത്തത് 83. 1 കൂട്ടുന്നു, 84 × അതേ സംഖ്യ 83/2. പെട്ടെന്ന് പകുതി കാണാൻ പറ്റുന്ന ആൾ ഇവിടെ 84 പകുതി കണ്ടാൽ 42 × 83 ചെയ്താൽ ഉത്തരം. ഓക്കെ, നിങ്ങളിത് ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 കണക്ക് തരാം. ആ 5 കണക്ക് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് പോവുക. ചോദ്യം എങ്ങനെയാണ്? ആദ്യത്തെ 34 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 69 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 81 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 63 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 90 എണ്ണൽ സംഖ്യകളുടെ തുക. മക്കളെ, ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ അടുത്തതിലേക്ക് കിടക്കും. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, കൃത്യമായിട്ട് ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ശരി ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള സമയം ഇവിടെ ആരംഭിക്കുന്നു. ഇവിടെ പോസ് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ഉത്തരം എഴുതാൻ പോവാണ്. നിങ്ങൾ ചെയ്ത ഉത്തരങ്ങൾ നോക്കുക. ഉത്തരങ്ങൾ ഇതാണ്. ആദ്യത്തെ 34 എണ്ണൽ സംഖ്യകളുടെ തുക 595. ആദ്യത്തെ 69 നിസർഗ സംഖ്യകളുടെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക 2415. 81 ആണെങ്കിൽ 3321. അടുത്തത് 63 ആണെങ്കിൽ 2016. അവസാനത്തേത് 90 എണ്ണൽ സംഖ്യകളുടെ തുക 4095. ഉത്തരങ്ങൾ കറക്റ്റായവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. എല്ലാം ശരിയായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം.